സമാധാനം അകലെ തന്നെയാണ്. ഇന്ന് പകൽ അമേരിക്കയും ഇറാനും തമ്മിൽ ഖത്തറിൽ ചർച്ച നടത്തുമെന്നാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത്. അതുമാത്രമല്ല, ഇറാന്റെ ആവശ്യപ്രകാരമാണ് ഈ കൂടിക്കാഴ്ചയെന്നും ദോഹയില് ആയിരിക്കും ഈ ചർച്ച നടക്കുന്നതെന്നാണ് വൈറ്റ് ഹൗസിൽ മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് മറുപടിയായി ട്രംപ് വ്യക്തമാക്കിയത്. ഇത് കൂടാതെ അമേരിക്കയുടെ പ്രതിനിധികൾ സ്റ്റീവ് വിറ്റ്കോഫും അതുപോലെ ജാർഡ് കുഷ്ണറും ഇവരായിരുന്നു നേരത്തെയും ഈ ചർച്ചകൾ നയിച്ചത്. ഇതിനായി ദോഹയിലേക്ക് പുറപ്പെടുന്നതായിരിക്കുമെന്നും ട്രംപ് അറിയിച്ചു. ഈ ദോഹയിലെ കൂടിക്കാഴ്ചയെപ്പറ്റി അദ്ദേഹം പറയുന്നത് ചിലപ്പോൾ ഇത് വളരെ പ്രാധാന്യമുള്ളതോ അല്ലെങ്കിൽ ചിലപ്പോൾ ഒട്ടും പ്രാധാന്യമല്ലാത്തതുമായേക്കാം. അതുകൊണ്ട് തന്നെ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് കാത്തിരുന്ന് കാണാമെന്നാണ് ട്രംപ് പറഞ്ഞത്. അതേസമയം നേരത്തെ പ്രവിധ സൂചിപ്പിച്ചതുപോലെ അമേരിക്കയുമായി വരും ദിവസങ്ങളിൽ ഒരു തരത്തിലും ഉള്ള ഒരു ചർച്ചകളും പദ്ധതിയില്ലെന്നാണ് ഇറാൻ വ്യക്തമാക്കിയിരിക്കുന്നത്. അതായത് അന്തിമ കരാറിലേക്ക് കടക്കുന്നതിനേക്കാൾ ഇപ്പോൾ നിലവിലൊരു ധാരണാപത്രം ഒപ്പുവെച്ചിട്ടുണ്ട്. അതിലെ കാര്യങ്ങൾ നടപ്പിലാക്കാനാണ് ഇറാൻ മുൻഗണന നൽകുന്നതെന്നാണ് ഇറാന്റെ വിദേശകാര്യ മന്ത്രാലയ വക്താവ് ഇസ്മയിൽ ബഗായി പറഞ്ഞത്. അതുമാത്രമല്ല, അന്തിമ ചർച്ചകളിലേക്കൊന്നും കടക്കാൻ ഇപ്പോൾ സമയമായിട്ടില്ലെന്ന് അദ്ദേഹം പറയുന്നു. ഇത് കൂടാതെ ഈ ആദ്യത്തെ ഈ ധാരണാപത്രത്തിൽ എണ്ണ വിൽപ്പനയുമായി ബന്ധപ്പെട്ടുള്ള ഒരു ക്ലോസ് 10 ഉണ്ട്. അത് പ്രകാരമുള്ള ലൈസൻസുകൾ അമേരിക്ക അനുവദിച്ചതായി അദ്ദേഹം പറഞ്ഞു. അത് നടപ്പിലാക്കാനുള്ള നടപടികൾ ഇറാൻ വളരെ വേഗത്തിലാക്കിയതായും അദ്ദേഹം വ്യക്തമാക്കി. അത് മാത്രമല്ല, ഇറാന്റെ മരവിപ്പിച്ച ആസ്തികൾ വിട്ടുകിട്ടുന്നതും ഈ ധാരണാപത്രത്തിലുണ്ട്. അത് ക്ലോസ് 11 ആണ്. അത് സംബന്ധിച്ചുള്ള ചർച്ചകൾ പുരോഗമിക്കുകയാണ്. ഇതിന്റെ ഭാഗമായി ഇറാന്റെ ഒരു വിദഗ്ധ സംഘം ഈ ആഴ്ച ദോഹ സന്ദർശിക്കുമെന്നും അദ്ദേഹം അറിയിച്ചിട്ടുണ്ട്. അതേസമയം ഖത്തറിലുള്ള ഇറാന്റെ മരവിപ്പിച്ച ആസ്തികളിൽ പകുതിയോളം ടെഹ്റാനിൽ തിരിച്ചെത്തുമെന്നാണ് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ പ്രത്യാശ വയ്ക്കുന്നത്. അതായത് ഹോം നഗരത്തിൽ അദ്ദേഹം മുതിർന്ന ഇറാനിയൻ മതപണ്ഡിതരുമായിട്ട് ഇന്നലെ ഒരു കൂടിക്കാഴ്ച ഉണ്ടായിരുന്നു. അവരുമായിട്ടുള്ള കൂടിക്കാഴ്ചയിലാണ് ഇദ്ദേഹം വ്യക്തമാക്കിയത്. ഇത് ഇറാൻ വാർത്താ ഏജൻസികളാണ് ഇത് റിപ്പോർട്ട് ചെയ്തത്. അതേസമയം ഇറാന്റെ മരവിപ്പിച്ച ആസ്തികളൊന്നും ഇതുവരെയും വിട്ടു നൽകിയിട്ടില്ലെന്നാണ് അമേരിക്ക ഇതിനോട് പ്രതികരിച്ചത്. ഈ വിഷയത്തോട് ഇസ്രയേലിന്റെ പ്രതികരണവും വന്നിട്ടുണ്ട്. ഇസ്രയേൽ പറയുന്നത് അവരുടെ എതിർപ്പൊന്നും വകവെക്കാതെയാണ് അമേരിക്കയും അതുപോലെ ഡൊണാൾഡ് ട്രംപും ഇപ്പോൾ ഈ ഇറാൻ സംഘർഷത്തിൽ ലെബനോനിലെ വെടിനിർത്തലുമായി ബന്ധിപ്പിച്ചതെന്നാണ് ഇസ്രായേലിന്റെ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാട്സ് പറയുന്നത്. അതുമാത്രമല്ല, ഇപ്പോൾ നടക്കുന്ന ഈ ഇറാൻ അമേരിക്ക ചർച്ചകൾ പരാജയപ്പെട്ടാൽ തീർച്ചയായിട്ടും ഇറാനെ വീണ്ടും ആക്രമിക്കുമെന്ന് കാട്സ് പറയുന്നു. ഇത് കൂടാതെ ഹിസ്ബുള്ള പൂർണ്ണമായും അവർ ഇല്ലാതാകുന്നത് വരെ ലെബനനിൽ തുടരുവാൻ അത് ഇസ്രായേലിന് അമേരിക്കയുടെ പിന്തുണ മുമ്പുണ്ടായിരുന്നു, ഇനി തുടർന്നും ഉണ്ടാകുമെന്നാണ് കാട്സ് അവകാശപ്പെടുന്നത്.